Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. So, ഇന്ന് ഒരുപാട് നല്ല നല്ല ന്യൂസ് ഉണ്ടായിരുന്നു. മീൻസ് ലാസ്റ്റ് ദിവസത്തെ നമ്മുടെ ബജറ്റിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി ഫുള്ളും വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് അതൊരു 500 പോയിൻറ്റ്സ് ആണ് ഡൗൺ പോയെങ്കിൽ ഒരു 1000+ പോയിൻറ്റ്സ് അപ്പ് പോയിട്ട് ആ കംപ്ലീറ്റ് മാർക്കറ്റ് ആ ഒരു നെഗറ്റിവിറ്റി കംപ്ലീറ്റ് എടുത്ത് മാർക്കറ്റിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ലാസ്റ്റ് വീക്കിലൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലും വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റി ഏകദേശം ഈ റേഞ്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് 25,050 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യണം, അതാണ് എൻ്റെ ബൈ സോൺ. ഞാൻ ഒരുപാട് വട്ടം പറയുന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡെയിലി കാണുന്നവർക്ക് അറിയായിരുന്നു, ഞാൻ പറയുന്നുണ്ടായിരുന്നു 25,050 ഇന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യണമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഭയങ്കര ആ ഒരു STT റിലേറ്റഡ് ന്യൂസിൽ ഫാൾ വന്നു. തിരിച്ച് മാർക്കറ്റ് കയറി അവിടെ ക്ലോസ് ചെയ്യുകയായിരുന്നു, നമ്മുടെ ആ റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്യുകയായിരുന്നു. അവിടുന്ന് ആ ഒരു ബൈ സിനാരിയോ നമുക്ക് കൊണ്ടും താനും. ബട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് തന്നു. ആൻഡ് ഇവിടെ ഈ ഒരു പ്രൈസിൻ്റെ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലേ, ഹെഡ് ആൻഡ് ഷോൾഡർ കാണാൻ പറ്റും. ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ. ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അതിനെ നെക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഇതിന് നെക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നെക്ക് ബ്രേക്ക് ഔട്ട് നിന്ന് ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തവർക്കെല്ലാം ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. സോ ദാറ്റ്സ് വൈ ഇപ്പം മാർക്കറ്റിനെ ഇത് അറിഞ്ഞ് ട്രേഡ് എടുത്തവരുമുണ്ട്, ഇതിനെ ഗ്യാബിളിങ് ചെയ്ത് ട്രേഡ് എടുത്തവരുമുണ്ട്. സോ ബട്ട് ബൈ നോളേജ്, ഒരു മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ നോളജ് ഉള്ളവർക്ക് ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഇസ് എ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്താണ് പറയുന്നത്. ഒരു ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ എന്താണ് നമ്മൾ മാർക്കറ്റിൽ ചെയ്യേണ്ടത്, ഇങ്ങനൊരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സിലും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. സോ ദ സെയിം പാറ്റേൺ ഈസ് റിപ്പീറ്റ് ഹിയർ ഓൺലി. സെയിം ഒരു മാർക്കറ്റ് ഒരു ഡൗണിലോട്ട് പോകുന്നു, ഒരു ഷോൾഡർ ഉണ്ടാക്കി, ഒരു ഹെഡ്, വീണ്ടും ഒരു ഷോൾഡർ ഉണ്ടാക്കി, ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, ടൈപ്പ് ഓഫ് ആ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനിലായിരുന്നു പ്രൈസ് മൂവ് ചെയ്തത്. ദാറ്റ്സ് ഫൈൻ. സോ ആ സിനാരിയോ എല്ലാം കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റ് മുകളിലാണ് നിൽക്കുന്നത്. സോ നാളെ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നാളെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് താഴോട്ട് വരികയായിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വരികയായിരുന്നു. സോ നാളെ നമുക്ക് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, 25,860 ബിറ്റ്വീൻ ഈ ഒരു ക്ലോസിംഗ് റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, ഇതാണ് നാളത്തെ നമ്മുടെ നോ ട്രേഡിംഗ് സോൺ. ബിലോ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വരും. സോ ഒരു ചെറിയൊരു റിസ്കിൽ നമുക്ക് ചെറിയൊരു റിസ്കിൽ മാർക്കറ്റിനെ നമുക്ക് ഈ ഒരു റേഞ്ച് വരെ, ഈ റെഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു റേഞ്ച് വരെ നമുക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാം. സോ ഫസ്റ്റ് ടാർഗറ്റ് 25,455 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു റേഞ്ച്. സോ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഈ ഒരു റേഞ്ച്, ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും തിരിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരു സിനാരിയോ ആണ്. ആൻഡ് ബട്ട് വി പ്രിഫർ ഓൺ ദ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ആൻഡ് ബൈ ഓൺ ദ ഡിപ്പ് ഫോർമുല. ഓക്കെ, ബിക്കോസ് ട്രെൻഡ് അപ്പ് ആയതുകൊണ്ട് തന്നെ, മാർക്കറ്റ് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ. സോ നാളെ 25,860 മുകളിൽ മാർക്കറ്റ് ഒരു വോളിയം ക്ലോസ് തരികയാണെങ്കിൽ 25,860 മുകളിൽ, ഇഫ് മാർക്കറ്റ് ക്ലോസ് അബവ് 25,660. ഓക്കെ, 25,860. ഇഫ് മാർക്കറ്റ് ക്ലോസ് അബവ് 25,860 വി ക്യാൻ കൺസിഡർ എ ബൈ എൻട്രി. ഓക്കെ, നമുക്ക് ഒരു ബൈ എൻട്രി നോക്കാം. നമുക്ക് ഒരു ബൈ എൻട്രി ഈ ഒരു ഹൈസ് വരെ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ ഒരു ഹൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ നോക്കിയാൽ മതി. മാർക്കറ്റ് ഈസ് മേക്ഡ് എ 3 ടോപ്സ്, 1 2 3, 3 ടോപ്സ് മാർക്കറ്റ് സെയിം സോണിൽ മാർക്കറ്റ് 3 വട്ടം ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇത്രയും ഹാർഡായിട്ടുള്ള, ഇത്രയും ടഫായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ മാർക്കറ്റിൻ്റെ ഫർദർ മൂവ് എന്തായിരിക്കും. സോ ഫർദർ മൂവ് മാർക്കറ്റ് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യും. ബട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന താഴെ ആയതുകൊണ്ട് തന്നെ, ഈ ഒരു ഡിപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം ഈ ഒരു ഹൈസ് വരെ. അതല്ല, ഈ ഒരു ലോ
ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 1% അല്ലെങ്കിൽ 0.5% റിസ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ട്രേഡ് താഴോട്ടും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. ഓക്കെ, സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്മിറ്റ് ചാനൽ. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. അവിടെ നമുക്ക് നമ്മുടെ വ്യൂസും കാര്യങ്ങളും നമുക്ക് ഡിസ്കഷനൊക്കെ അവിടെ ചെയ്യാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്, വൺ ഓഫ് ദി പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം നമ്മുടെ. സോ ഫ്രീ, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ എൻ്റെ ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25,860 മുകളിൽ ബൈ, 25,669 താഴെ, ഈ ലോയിൻ്റെ താഴെ നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോർട്ട് സെൽ. ഇതാണ് പ്ലാൻ. ഈ റേഞ്ചിൽ നോ ട്രേഡിംഗ് ഷോർട്ട്. ഓക്കെ, സോ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.